നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗായത്രി എന്തിനാ പാട്ട് നിർത്തിയത്? ബാക്കി കൂടി പാടൂ. പാർവതിയെ അച്ഛമ്മ ഗായത്രി എന്നാണല്ലോ വിളിച്ചത്. നിന്റെ പാട്ട് കേട്ടിട്ട് എത്ര നാളായി. മുഴുവൻ പാടൂ ഗായത്രി. ബ്രോ, പാർവതി അച്ഛമ്മ വിളിച്ചത് കേട്ടില്ലേ? ഗായത്രി എന്ന്. അയ്യോ, അച്ഛമ്മയുടെ കിളി പോയെന്ന് തോന്നുന്നു. അതെ, കിളി പോയതൊന്നും അല്ല. അമ്മയുടെ സെറ്റുമുണ്ടാ ഇപ്പൊ പാർവതി ഉടുത്തിരിക്കുന്നത്. പിന്നെ ഈ പാട്ട് അമ്മ പതിവായി പാടാറുണ്ടായിരുന്നതാ. രണ്ടും കൂടി ആയപ്പോഴേ ഇത് അമ്മയാണെന്ന് അച്ഛമ്മയ്ക്ക് തോന്നിപ്പോയി കാണും. ഓ, അമ്മയുടെ കണ്ണിന് വല്ല സൂക്കേടുണ്ടോ? ഇവളെ കണ്ടിട്ട് ഗായത്രി ചേച്ചിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലേ അമ്മയുടെ കണ്ണിന് എന്തോ സാരമായിട്ടുള്ള തകരാറുണ്ട്. ഗായത്രി ചേച്ചി മഹാലക്ഷ്മി ആയിരുന്നില്ലേ? ചേച്ചിയുടെ 7 അയലത്ത് വരൂ ഈ അടുക്കള പണിക്കാരി. തൊലിവെളുപ്പുണ്ടെന്ന് വെച്ച് സായി പാവില്ലല്ലോ. അച്ഛമ്മേ, ഇത് ഞാനല്ലേ പാർവതി. എന്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല സുശീലേ. തിമിരം ബാധിച്ചതേ നിനക്കും മറ്റുള്ളവർക്കുവാ. ആ പാട്ടും ഈ വേഷവും കണ്ടിട്ട് ഗായത്രി എന്ന് തോന്നിപ്പോയി മോളെ, അത്രേ ഉള്ളൂ. പാർവതിയിൽ ഗായത്രിയമ്മയുടെ ആത്മാവ് കയറിയിട്ടുണ്ടാവും. ഗായത്രിയമ്മയും പാർവതി ഒന്നാണെന്ന് ഗായത്രിയമ്മ തന്നെ അച്ഛമ്മയുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുണ്ടാവും. പാർവതിയായി ഈ വീട്ടിലെ മരുമോളെന്ന് ഗായത്രിയമ്മ പ്രഖ്യാപിച്ചതാ. ഇനിയെങ്കിലും എല്ലാവരും അതൊന്ന് അംഗീകരിക്കുക. അമ്മ അമ്മ ഒന്നിങ്ങി വന്നേ. ഒന്ന് വാ ഗാർഗി. ഞാൻ പറയുന്നത് വിശ്വാസം ആയില്ലെങ്കിലേ പാർവതി ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. അല്ലേ? നോക്ക് സുശീലാന്റി. സോറി സുശീലാന്റി. നോക്കിയേ, പാർവതിയെ ശരിക്കൊന്ന് നോക്കിയേ. തോന്നിയല്ലോ? പാർവതിയെ കണ്ടിട്ട് രണ്ടാൾക്കും ഗായത്രിയമ്മയായിട്ട് തോന്നിയില്ലേ? എനിക്കും അങ്ങനെ തോന്നിയ. അപ്പൊ ഇവള് ഗായത്രിയെ കാണുന്നുണ്ടെന്ന് പറയുന്നതില് കാര്യമില്ലാതില്ല. ഇനി മുതൽ ഇവളിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. ഗാർഗി പറഞ്ഞത് ശരിയാ. മോളെ കാണുമ്പോഴേ ഗായത്രി എവിടെയും പോയിട്ടില്ലെന്ന് തോന്നുവാ. അതെ, ഇത് എന്ന് ഓർത്തു വെക്കാനുള്ള നല്ല മുഹൂർത്തം. അതുകൊണ്ട് ഇവളുടെ കൂടെ എനിക്കൊരു സെൽഫി എടുക്കണം. വാ. ഞാനുണ്ട്. എന്നാ നീയും വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.